morning. Current Affairs, Thursday, March 14. Front page ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് റാഫേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റാഫേലുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് മിനിസ്ട്രിയിൽ നിന്ന് സ്റ്റോളൻ ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ അത് എനിമീസിന്റെ ഹാൻഡിൽ എത്തിപ്പെട്ട് കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആരെന്ന് അറിഞ്ഞിരിക്കണം. സഞ്ജയ് മിത്ര. ഡിഫൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ സഞ്ജയ് മിത്ര. അതുപോലെ ഇന്ത്യയിൽ പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ പോകുന്ന 6 നോൺ മെട്രോ എയർപോർട്ടുകളാണ്. അതായത് മെട്രോ സിറ്റീസിലല്ലാത്ത 6 എയർപോർട്ടുകൾ ഇന്ത്യയിൽ ഇലക്ഷന് ശേഷം പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. അതിൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട എയർപോർട്ട് തിരുവനന്തപുരം, നമ്മുടെ സ്വന്തം എയർപോർട്ട് തിരുവനന്തപുരം, മംഗളൂരു കർണാടകത്തിലെ മംഗളൂരു എയർപോർട്ട്, അഹമ്മദാബാദ് ഗുജറാത്തിലെ എയർപോർട്ട്, ജയ്പൂർ രാജസ്ഥാനില്, ലക്നൌ ഉത്തർപ്രദേശില്, ഗുവാഹട്ടി ആസാമില്. ഇത്രയും 6 എയർപോർട്ടുകളാണ് പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നത്. പിന്നീട് ഇന്ത്യയിൽ ഇപ്പോ ബാൻ ചെയ്ത ഫ്ലൈയിങ്ങിൽ നിന്ന് ബാൻ ചെയ്ത ഫ്ലൈറ്റ്, അതിന്റെ പേര് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു. ബോയിങ് 737 മാക്സ് 8. ബോയിങ് 737 മാക്സ് 8. അതിന്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എത്യോപ്യയിൽ നടന്ന ആ പ്ലെയിൻ ക്രാഷ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് പേജിൽ പോകുമ്പോൾ ബാക്ക് പേജിൽ ഒന്നും എഴുതാനില്ല. ഇനി നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോവാം. സ്പോർട്സ് പേജിൽ ഫോർമുല 1 എന്ന് പറയുന്ന വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സ്പോർട്സിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. വീണ്ടും ഫോർമുല 1 സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻ ലൂയിസ് ഹാമിൽട്ടൺ ആണ്. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻ ലൂയിസ് ഹാമിൽട്ടന്റെ ഒരു ഫോട്ടോ ഉണ്ട് ഹിന്ദുവില്. സീസൺ ഓപ്പണിംഗ് ഗ്രാൻഡ് പ്രിക്സ്. ഓരോ F1 റേസിനെയും ഓരോ ഗ്രാൻഡ് പ്രിക്സുകൾ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഗ്രാൻഡ് പ്രിക്സ് നടക്കാൻ പോകുന്നത് മെൽബണിലാണ്. മെൽബൺ, ഓസ്ട്രേലിയയിലെ മെൽബണിലാണ്. മെൽബൺ ഗ്രാൻഡ് പ്രിക്സ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ്. പിന്നീട് വേൾഡിലെ നമ്പർ 1 ഫീമെയിൽ ടെന്നീസ് പ്ലെയർ ആണ് നവോമി ഒസാക്ക. വേൾഡിലെ നമ്പർ 1 ഫീമെയിൽ ടെന്നീസ് പ്ലെയർ ജപ്പാൻകാരിയായ നവോമി ഒസാക്കയാണ്. അവരാണ് ഫസ്റ്റ് ഏഷ്യൻ ടു ബിക്കം നമ്പർ 1 ടെന്നീസ് പ്ലെയർ ഇൻ ദ വേൾഡ്. നവോമി ഒസാക്ക, ജപ്പാൻ. മെയിലില് നൊവാക് ഡോക്കോവിച്ച്, സെർബിയ. നൊവാക് ഡോക്കോവിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന ന്യൂസ്. കാരണം ഇന്ത്യയിൽ അങ്ങനെ തോൽക്കാറില്ല. ഇന്ത്യ ക്രിക്കറ്റിൽ ദുർബലരായിരിക്കുന്ന സമയത്ത് പോലും സ്വന്തം മണ്ണിൽ നമ്മൾ തോൽക്കാറില്ല. തോറ്റാലും സീരീസ് തോൽക്കാറില്ല. പക്ഷേ ഓസ്ട്രേലിയയുടെ നാട്ടിൽ പോയി 1 ഡേ സീരീസിലും ടെസ്റ്റ് സീരീസിലും തോൽപ്പിച്ച് അപരാജിതരായി വേൾഡ് ബീറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഇന്ത്യ ഇന്നലെ ഓസ്ട്രേലിയക്കെതിരെയുള്ള 1 ഡേ സീരീസ് 3-2 അടിയറവ് വെച്ചു. ഇത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ വേൾഡ് കപ്പ്, 1 ഡേ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന ഈ വർഷത്തില് ഇന്ത്യയുടെ ഈ പരാജയം വിഷമമുണ്ടാക്കുന്നതാണ്. എന്തായാലും ഈ ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസിൽ മാൻ ഓഫ് ദ സീരീസ് ഉസ്മാൻ ഖ്വാജയാണ്. ഉസ്മാൻ ഖ്വാജ, KHAWAJA. അതുപോലെ സയ്യദ് മുഷ്താഖ് അലി T20 ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കർണാടകവും മഹാരാഷ്ട്രയും തമ്മിൽ കളിക്കാൻ പോകുന്നു. അത് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. സയ്യദ് മുഷ്താഖ് അലി T20 ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഈസ് ബിറ്റ്വീൻ കർണാടക ആൻഡ് മഹാരാഷ്ട്ര. മറ്റൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യ സെന്നിനെ കുറിച്ചൊരു ന്യൂസാണ്. ലക്ഷ്യ സെൻ ഇന്ത്യയുടെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ബാഡ്മിന്റൺ പ്ലെയർ ആയിട്ട് ഫ്യൂച്ചറിൽ വളരാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ നമ്പർ 1 ജൂനിയർ ബാഡ്മിന്റൺ പ്ലെയർ, ഏഷ്യൻ ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻ ഒക്കെയാണ് ലക്ഷ്യ സെൻ. ഏഷ്യൻ ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യനാണ് അദ്ദേഹം, ലക്ഷ്യ സെൻ. പിന്നീട് ഇന്ത്യയുടെ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്ററിന്റെ ഫോട്ടോ ഉണ്ട്. ഇന്ത്യയുടെ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ തമിഴ്നാടുകാരനായ ഡി ഗുകേഷ് ആണ്. തമിഴ്നാടുകാരനായ ഡി ഗുകേഷ് ആണ് ഇന്ത്യയുടെ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ. അത് കഴിയുമ്പോ ടീ ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ടീ ബോർഡ് ഓഫ് ഇന്ത്യ ഹെഡ്ക്വാർട്ടേഴ്സ്, ഹെഡ് ഓഫീസ് കൊൽക്കത്തയിലാണ്. ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വെസ്റ്റ് ബംഗാളിലാണ്. ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളില് കൊൽക്കത്തയിലാണ് ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ കോഫി ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട്. കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്ക് നോക്കാം. കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരിലാണ്. ഹെഡ് ഓഫീസസ് ഇൻ ബാംഗ്ലൂർ. കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരാണ്.
ബാംഗ്ലൂർ. അതുപോലെ റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട്, റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യ. അതുപോലെ സിൽക്ക് ബോർഡ് ഓഫ് ഇന്ത്യ ഉണ്ട്. സിൽക്ക് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സും ബാംഗ്ലൂരാണ്. സിൽക്ക് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സും ബാംഗ്ലൂരാണ്. സിൽക്ക് ബോർഡ് ഓഫ് ഇന്ത്യ. റബ്ബർ ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ടയത്താണ്. റബ്ബർ ബോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ടയം. അപ്പോ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ടീ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്ത, സിൽക്ക് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരു, കോഫി ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ബംഗളൂരു, അതുപോലെ കോട്ടയം കേരളയാണ് റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. പിന്നീട് REIT, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, REITയുടെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. അതുപോലെ അസീം പ്രേംജിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അസീം പ്രേംജി, അദ്ദേഹത്തിന്റെ സ്വത്ത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണ് അസീം പ്രേംജി. പക്ഷെ റീസെന്റ് ആയിട്ട് അദ്ദേഹം എടുത്തൊരു ഡിസിഷൻ വഴി അദ്ദേഹം വേൾഡിൽ തന്നെ ഏറ്റവും വലിയ 5 ഫിലാന്ത്രോപ്പിസ്റ്റുകളിൽ ഒരാളായി മാറി. ബിൽ ഗേറ്റ്സിനെയും വാറൻ ബുഫറ്റിനെയൊക്കെ പോലെ അസീം പ്രേംജി വിപ്രോ ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ സർവീസിന് വേണ്ടി പണം ചെലവാക്കുന്ന വ്യവസായി അദ്ദേഹമാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത എക്കണോമിക് ടൈംസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരിക്കും. അതുപോലെ ഇന്ത്യയിലെ ഒരു എയർലൈൻ സർവീസായ വിസ്താരയ്ക്ക് ഫോറിൻ സർവീസ് നടത്താനുള്ള അനുമതി കിട്ടി എന്ന ന്യൂസ് ഉണ്ട്. വിസ്താര എന്ന് പറയുന്നത് ടാറ്റയും സിംഗപ്പൂർ എയർലൈൻസും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത എയർലൈനാണ്. ടാറ്റയും സിംഗപ്പൂർ എയർലൈൻസും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത ജോയിന്റ് വെഞ്ചർ ആണ് വിസ്താര എയർലൈൻസ്. പിന്നെ എപ്പോഴും പറയുന്ന DPIIT, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്, DPIIT. അതിന്റെ പഴയ പേര് DIPAM, ഡിപ്പാർട്ട്മെന്റ് ഓഫ് DIPAM, അതിന്റെ പഴയ പേര് DIP എന്നായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. അതാണ് ഇപ്പോൾ DPIIT ആയിട്ട് മാറിയത്. MSP മിനിമം സപ്പോർട്ട് പ്രൈസ്. MSP മിനിമം സപ്പോർട്ട് പ്രൈസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൽ ക്വിന്റലിന് ഇത്ര എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൈസ് ഡിക്ലെയർ ചെയ്യും. അതിനാണ് MSP മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഫാമേഴ്സിന് പ്രൈസ് ഫ്ലക്ച്വേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് MSP ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്നത്, മിനിമം സപ്പോർട്ട് പ്രൈസ്. ഫോറക്സ് റിസർവ്. ഫോറക്സ് റിസർവ് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് ഫോറക്സ് റിസർവ്. അതിന് മലയാളത്തില് വിദേശ നാണയ കരുതൽ ശേഖരം എന്ന് പറയും. വിദേശ നാണയ കരുതൽ ശേഖരം, ഫോറക്സ് റിസർവ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അത് ഹോൾഡ് ചെയ്യുന്നത് ഓരോ രാജ്യത്തെയും സെൻട്രൽ ബാങ്ക് ആണ്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് ഫോറക്സ് റിസർവ് ഇന്ത്യയുടെ ഹോൾഡ് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ ഈ March 29 ആണ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ഈ March 29, ഇന്നിപ്പോ March 14 ആയി, March 29 ആണ് പിന്നീട് നമ്മളുടെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ 28 നേഷൻസ് ഗ്രൂപ്പിംഗ്, യൂറോപ്പിലെ 28 കൺട്രീസിന്റെ ഗ്രൂപ്പാണ് യൂറോപ്യൻ യൂണിയൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. ആ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ എക്സിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ആണ് March 29. പക്ഷെ അത് ഇപ്പൊ അൺസർട്ടനിറ്റിയിലാണ്. അത് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഒത്തിരി പേര് അതിന് ഒപ്പോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ആയ കാലിഫോർണിയയിൽ ഡെത്ത് പെനാൽറ്റി തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. അമേരിക്കയിൽ അത് പോസിബിൾ ആണ്, ഇന്ത്യയിൽ അത് പോസിബിൾ അല്ല. ഇന്ത്യയിൽ ഇപ്പോ ഡെത്ത് പെനാൽറ്റി കേരളത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിൽ മാത്രം, അല്ലെങ്കിൽ തമിഴ്നാടിന്, അല്ലെങ്കിൽ കർണാടകത്തിന്, അല്ലെങ്കിൽ ആന്ധ്രയ്ക്ക്, അങ്ങനെ പ്രത്യേകം സ്റ്റേറ്റുകൾക്ക് ഡെത്ത് പെനാൽറ്റി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഡെത്ത് പെനാൽറ്റി സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു നിയമം ഉണ്ടാക്കണം. കാരണം എന്ന് വെച്ചാൽ അമേരിക്കയിൽ കംപ്ലീറ്റ്ലി ഫെഡറലിസം ആണ് ഫോളോ ചെയ്യുന്നത്. ഫെഡറലിസം ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റുകൾക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിയമങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ക്വാസി ഫെഡറലിസം ആണ്, പാർട്ട്ലി ഗവേൺ ബൈ സെന്റർ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഫെഡറലിസം എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നതിന് അമേരിക്കയിലെ സ്റ്റേറ്റുകളെ പോലെ നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് അധികാരമില്ലാത്തത്. ഇപ്പൊ കാലിഫോർണിയയാണ് അമേരിക്കയിൽ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് കാലിഫോർണിയയാണ്. അവിടെയാണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. പിന്നെ നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ 10th പേജ്, അവിടെ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും പൊളിറ്റിക്സ് ആയിരിക്കും. കാരണം ഇലക്ഷൻ സമയമാണ്. അതുകൊണ്ട് വലുതായിട്ടൊന്നും എഴുതിയെടുക്കാനില്ല. കർത്താർപൂർ കോറിഡോറിനെ കുറിച്ചുണ്ട്. അത് ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കോറിഡോറാണ്. അത് പഞ്ചാബുകാരുടെ അല്ലെങ്കിൽ സിഖുകാരുടെ ആരാധനാ കേന്ദ്രമായ കർത്താർപൂർ എന്ന് പറയുന്ന ഗുരുദ്വാര പാകിസ്ഥാനിലാണ്. അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന കോറിഡോറാണ് പാകിസ്ഥാൻ ഇന്ത്യയും ചേർന്ന്. ഇപ്പൊ സിഖ് മതത്തിന്റെ ഫൗണ്ടറായ ഗുരു നാനാക്കിന്റെ 550th ബർത്ത് ആനിവേഴ്സറി ആണ് ഈ ഇയറിന്. ആ സമയത്താണ് ഇത് വരുന്നത്.
സിഖ് മതക്കാരുടെ ആരാധനാ ഗ്രന്ഥമാണ് ഗുരു ഗ്രന്ഥ് സാഹിബ്. ഗുരു ഗ്രന്ഥ് സാഹിബ്. അത്രയും മാത്രമാണ് ആ നാഷണൽ പേജിൽ നമുക്ക് എഴുതിയെടുക്കാനുള്ളത്. നാഷണൽ പേജ് കഴിഞ്ഞ് നമ്മള് എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ ഹെവി ഹാൻഡഡ് ഓർഡർ എന്നാണ്. ഹെവി ഹാൻഡഡ് ഓർഡർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാല്, മേഘാലയയിലെ ഹൈക്കോർട്ട് അവിടുത്തെ ഷില്ലോങ് ടൈംസ് എന്ന് പറഞ്ഞൊരു പത്രത്തിന് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടത്തി, അല്ലെങ്കിൽ കോടതി ഇലക്ഷൻ നടത്തി എന്നുള്ള പേരിൽ ശിക്ഷിക്കുകയും അതിന്റെ പബ്ലിഷറിന്റെ കയ്യിൽ നിന്ന് എഡിറ്ററിന്റെ കയ്യിൽ നിന്നൊക്കെ 2 lakhs rupees വെച്ച് ഫൈൻ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഇനി അവര് മര്യാദയ്ക്ക് ബിഹേവ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ആ പത്രത്തിനെ തന്നെ ബാൻ ചെയ്യും എന്ന് മേഘാലയ ഹൈക്കോർട്ട് ഷില്ലോങ് ടൈംസ് എന്ന ന്യൂസ് പേപ്പറിന്റെ അധികൃതർക്ക്, പബ്ലിഷറിനൊക്കെ വാർണിംഗ് കൊടുത്തു. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ. ഹിന്ദുവിന്റെ എഡിറ്റോറിയലിന് എഗെയിൻസ്റ്റ് ആവുന്നത് വളരെ നാച്ചുറൽ ആണ്. കാര്യം ഈ പത്രക്കാരെന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും എന്ത് തെറ്റ് പത്രക്കാരുടെ കയ്യിലുണ്ടായാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സമീപനം മാത്രമേ സ്വീകരിച്ചു കാണുള്ളൂ. ഇന്ന് വരെ ഈ ഒരു ന്യൂസ് പേപ്പറിലും, ഞാൻ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്ന ആളാണ്, ഒരു ന്യൂസ് പേപ്പറിലും ന്യൂസ് പേപ്പറിന്റെ എഡിറ്ററോ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളോ ആരെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് അതിന്റെ റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾക്ക് ഈ പണിഷ്മെന്റ് നേരിടേണ്ടി വന്നത് ഒരിക്കൽ പോലും ഒരു പത്രക്കാരന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് കോർട്ട് തെറ്റാണെന്ന് സമർത്ഥിക്കാനാണ് ഈ പത്രം ശ്രമിക്കുന്ന ഫസ്റ്റ് എഡിറ്റോറിയൽ. അത് പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പില്ല. അത് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ ഇതിന്റെ ബാക്കിൽ നിന്നുള്ള സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. എന്തായാലും അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ ഇൻ സ്ലോ മോഡ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അതായിരിക്കും നമുക്ക് കൂടുതൽ ആവശ്യമുള്ള എഡിറ്റോറിയൽ. അതിലായിരിക്കും നമുക്ക് യഥാർത്ഥ അനാലിസിസ് വരുന്നത്. അപ്പൊ ഇവിടെ ആപ്റ്റിറ്റ്യൂഡിലെ എല്ലാ എഡിറ്റോറിയലിന്റെ സമ്മറി എഴുതേണ്ട കുട്ടികളെല്ലാം സെക്കൻഡ് എഡിറ്റോറിയലിന്റെ സമ്മറി വേണമെന്ന് എഴുതാൻ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാല് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ IIP ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇന്ത്യയിലെ മന്ത്ലി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് IIP അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ മന്ത്ലി ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇപ്പൊ വളരെ വലിയ കോൺട്രാക്ഷൻ ആണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവർ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് കോൺട്രാക്ടിങ് ഡേ ബൈ ഡേ. അപ്പൊ അത് നല്ലതല്ല ഇന്ത്യയുടെ ഗ്രോത്ത് പ്രോസ്പെക്ടിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ എംപ്ലോയ്മെന്റ് പ്രോസ്പെക്ട്സിനോ ഒന്നും. അപ്പൊ അതിനെ കുറിച്ചാണ് അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ, റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കൺസേൺ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസിയുടെ ബേസും റീറ്റെയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ആണ്. ആ ഇൻഫ്ലേഷൻ കുറച്ച് കൂടുകയും ചെയ്തു. അപ്പോ അത് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള എഡിറ്റോറിയലാണ്. വളരെ നല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എഡിറ്റോറിയലായിരിക്കും സെക്കൻഡ് എഡിറ്റോറിയൽ. അപ്പൊ അത്രയാണ് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നാഷണൽ പേജ്, വീണ്ടും നാഷണൽ പേജ് എന്ന് പറയുന്നത് 7th പേജിലേക്ക് പോകുന്നു. 7th പേജിലേക്ക് പോകുമ്പോൾ സംഝോത എക്സ്പ്രസ്, ഞാൻ അത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യക്കും പാകിസ്ഥാനിലെ ഓടുന്ന ട്രെയിനാണ്. NIA കുറിച്ചുണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇന്ത്യയുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഒരെണ്ണമാണ് NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അതിന്റെ ഡയറക്ടർ YC മോഡിയാണ്. പിന്നീട് ലോകത്തില് ഒരു പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ UNFCCCയുടെ നേതൃത്വത്തിൽ, UNFCCC is a UN ഓർഗനൈസേഷൻ ആൻഡ് എക്സ്പാൻഷൻ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. UNFCCC is a UN backed organization and its expansion is United Nations Framework Convention on Climate Change. They conducted a major climate related conference in 2015 at Paris. അപ്പൊ ആ പാരീസിൽ വെച്ച് നടന്ന ക്ലൈമറ്റ് കോൺഫറൻസിൽ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ചേർന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അതിനാണ് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് എന്നറിയപ്പെടുന്നത്. അതനുസരിച്ച് ഇന്ത്യക്ക് ബൈ 2030 ഇന്ത്യ വാണ്ട്സ് ടു റെഡ്യൂസ് ദ കാർബൺ എമിഷൻ ബൈ 33 to 35%. 33% തൊട്ട് 35% വരെ നമ്മളുടെ കാർബൺ എമിഷൻ ആണല്ലോ ഗ്ലോബൽ വാർമിംഗിന് കാരണമാകുന്നത്. കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡിന്റെയൊക്കെ എമിഷനാണ് കാർബൺ എമിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ വേൾഡിലെ 3rd ലാർജസ്റ്റ് കാർബൺ എമിറ്ററാണ് ആഫ്റ്റർ US ആൻഡ് ചൈന. അപ്പോ നമ്മളുടെ ഈ കാർബൺ എമിഷൻ 33 to 35% കട്ട് ചെയ്യാം എന്നാണ് നമ്മൾ വേൾഡിന് കൊടുത്തിരിക്കുന്ന ഉറപ്പ് ത്രൂ ദിസ് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ്. പിന്നീട് അങ്ങനെ ഓരോ രാജ്യവും ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പിനാണ് INDC എന്ന് പറയുന്നത്. INDC ഇന്ത്യ മാത്രമല്ല, ഓരോ രാജ്യവും ഇങ്ങനെ ബൈ 2030 ഇങ്ങനെ ചെയ്യാം എന്ന് ഓരോ രാജ്യവും അവരുടെ കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണ് ഈ പറഞ്ഞ 33 to 35%. ഇതിന് INDC എന്ന് പറയാം. NDCയുടെ എക്സ്പാൻഷൻ ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് എന്നാണ്. ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ, INDC, ഇന്റൻഡഡ് നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. ഇത്രയാണ് ഈ പത്രത്തില് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ന്യൂസ്. ഇനി നമുക്ക് ഒരു പെൻഡിങ് ന്യൂസ് പേപ്പർ ഉണ്ട്, സാറ്റർഡേയിലെ ന്യൂസ് പേപ്പർ ആണ്. അത് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം.
സുപ്രീം കോടതി വളരെ നിർണായകമായ വിധി പുറപ്പെടുവിച്ചു അയോധ്യ കേസിൽ. അയോധ്യയുടെ ഫൈനൽ വിധി വരാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് ഈ മുസ്ലിം ഹിന്ദു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണല്ലോ ഇതിലുള്ളത്. കമ്മ്യൂണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡിക്റ്റായി മാറാൻ ചാൻസ് ഉണ്ട്. അതിനു മുമ്പ് ഈ വൂൺസ് ഒന്ന് ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്കഷൻസ് കൺസേൺ പാർട്ടീസ് നടത്താൻ വേണ്ടി മധ്യസ്ഥര സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്തു. മധ്യസ്ഥർ ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. സുപ്രീം കോടതി 3 പേരെയാണ് മധ്യസ്ഥരായിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. ഒരാളെന്ന് പറയുന്നത് ജസ്റ്റിസ് എഫ്.എം. ഖലീഫുള്ള, ജസ്റ്റിസ് എഫ്.എം.ഐ. ഇനിഷ്യൽസ് ആണ് എഫ്.എം.ഐ. ഖലീഫുള്ള, KLIFULLA, ജസ്റ്റിസ് എഫ്.എം.ഐ. ഖലീഫുള്ള. ശ്രീരാം പഞ്ചു, അദ്ദേഹം ഒരു സീനിയർ അഡ്വക്കേറ്റ് ആണ്. ശ്രീരാം പഞ്ചു, PANCHU. പിന്നെ ശ്രീ രവിശങ്കർ, അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമുള്ള ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആചാര്യനായ ശ്രീ രവിശങ്കർ. അപ്പം എഫ്.എം.ഐ. ഖലീഫുള്ള, ശ്രീരാം പഞ്ചു ആൻഡ് ശ്രീ രവിശങ്കർ, ഈ 3 പേരുമാണ് ഈ മീഡിയേറ്റേഴ്സ് അയോധ്യ കേസിലെ. പിന്നെ ഞാൻ ആഴ്സലോർ മിത്തൽ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വേൾഡിലെ ലാർജസ്റ്റ് സ്റ്റീൽ മാനുഫാക്ചറർ ഇന്ത്യൻ ആയ ലക്ഷ്മി മിത്തലിന്റെ കമ്പനിയാണ്. ഇന്ത്യക്കാരനായ ലക്ഷ്മി മിത്തലിന്റെ കമ്പനിയാണ് ആഴ്സലോർ മിത്തൽ. ഈ ആഴ്സലോർ മിത്തൽ കമ്പനി കടം കയറിയ ഒരു സ്റ്റീൽ കമ്പനിയായ SR സ്റ്റീലിനെ അക്വയർ ചെയ്യാൻ പോവുകയാണ്. SR സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയെ 42,000 crores അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് NCLT, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ അഹമ്മദാബാദ് ബെഞ്ച് ഓർഡർ ഇട്ടു. നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ അഹമ്മദാബാദ് ബെഞ്ച് ഓർഡർ ഇട്ടു. അപ്പം ബാങ്കുകൾക്ക് ഒരു 50,000 കോടിയോളം രൂപ ഈ SR സ്റ്റീലിന് കിട്ടാറുണ്ട്. അത് ഏകദേശമൊക്കെ ഈ 42,000 crores ഡീല് വഴി ആ ബാങ്കുകൾക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടാണ് ഫ്രണ്ട് പേജ് ന്യൂസ്. ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ പത്മലക്ഷ്മി നെയ്മഡ് UN ഗുഡ്വിൽ അംബാസഡർ എന്നൊരു ന്യൂസ് ഉണ്ട്. പത്മലക്ഷ്മി എന്ന് പറഞ്ഞാല് ഇന്ത്യക്കാരിയായ ഒരു അമേരിക്കൻ ടെലിവിഷൻ പേഴ്സണാലിറ്റിയാണ്. അതുപോലെ ഫുഡ് എക്സ്പെർട്ട് ഒക്കെയാണ്. അവർ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDPയുടെ ഗുഡ്വിൽ അംബാസഡറായിട്ട് അപ്പോയിന്റഡ് ആയി. UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതിന്റെ ഗുഡ്വിൽ അംബാസഡറായിട്ട് പത്മലക്ഷ്മിയെ അപ്പോയിന്റ് ചെയ്തു. പത്മലക്ഷ്മി. അതുപോലെ മാക്സ് വെർസ്റ്റാപ്പന്റെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മാക്സ് വെർസ്റ്റാപ്പൻ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഇതാണ്. മാക്സ് വെർസ്റ്റാപ്പൻ 21 ഇയർ മാത്രം ഏജ് ഉള്ള F1 ഒരു ഡ്രൈവറാണ്. റെഡ് ബുള്ളിന്റെ ഡ്രൈവറാണ് മാക്സ് വെർസ്റ്റാപ്പൻ. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സ്പോർട്സ് പേജുകളിലേക്ക് പോകുമ്പോൾ ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ കഴിഞ്ഞു. ഇപ്പം ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ആണ് ടെന്നീസിന്റെ ബാഡ്മിന്റന്റെ ഏറ്റവും വലിയ ടൂർണമെന്റ് എന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും മഹത്തായ ടൂർണമെന്റ്. അപ്പം ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ടൈറ്റിൽ ആരൊക്കെയാണ് നമുക്ക് വിൻ ചെയ്തെന്ന് നോക്കാം. വിന്നേഴ്സില് മെയിൽ വിന്നർ കെന്റോ മൊമോത്തയാണ്. കെന്റോ മൊമോത്ത, KENTOMMOTA, കെന്റോ മൊമോത്ത. ജപ്പാൻകാരനാണ്. വേൾഡ് നമ്പർ 1 ആണ്. ജപ്പാൻകാരനെ വേൾഡ് നമ്പർ 1 പ്ലെയർ ആയ കെന്റോ മൊമോത്തയാണ് ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ മെയിൽ ചാമ്പ്യൻ. ഫീമെയിൽ ചാമ്പ്യൻ ഒരു ചൈനക്കാരിയാണ്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ അവരുടെ പേര് പെട്ടെന്ന് ഒരു സെക്കൻഡ്. ഫീമെയിൽ ചാമ്പ്യൻ യുഎഫി ചെൻ, YUFEI, ചെൻ, CHEN, YUFEI. അപ്പൊ 2019 ഫീമെയിൽ ചാമ്പ്യനാണ്. അത് ചൈനക്കാരാണ്. മെയിൽ കെന്റോ മൊമോത്ത, ജപ്പാൻകാരനാണ്. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ സുഭാഷ് ചന്ദ്ര ഗാർഗ്, SC ഗാർഗ്, സുഭാഷ് ചന്ദ്ര ഗാർഗ്, ഇന്ത്യയുടെ ന്യൂ ഫിനാൻസ് സെക്രട്ടറി, ഇന്ത്യയുടെ പുതിയ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് സുഭാഷ് ചന്ദ്ര ഗാർഗിന് അപ്പോയിന്റ് ആയി. സുഭാഷ് ചന്ദ്ര ഗാർഗ് എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിന് പിന്നീട് ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. അതുപോലെ തന്നെ റവന്യൂ സെക്രട്ടറി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റവന്യൂ സെക്രട്ടറി ഓഫ് ഇന്ത്യ ആരാണെന്ന്, UADAയുടെ പിന്നെ CEOയും റവന്യൂ സെക്രട്ടറിയും ആരാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോ ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നീട് ഇന്ത്യയുടെ പുതിയ ഫിനാൻസ് സെക്രട്ടറി സുഭാഷ് ചന്ദ്ര ഗാർഗ് ആണ്. സുഭാഷ് ചന്ദ്ര ഗാർഗ്. അജയ് ഭൂഷൺ പാണ്ഡെ, റവന്യൂ സെക്രട്ടറി ആൻഡ് UADA CEO.
സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് സിയാമിന്റെ ഡയറക്ടർ വിഷ്ണു മാത്തൂർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് സിയാമിന്റെ ഡയറക്ടർ വിഷ്ണു മാത്തൂർ ആണ്. വിഷ്ണു മാത്തൂർ. പിന്നെ ഒരു കാര്യം കൂടെ വിട്ടുപോയത്, എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതും സുഭാഷ് ചന്ദ്ര ഗാർഗ് തന്നെയായിരിക്കും. അപ്പൊ ഇൻ അഡീഷൻ ടു ഹിസ് ഡ്യൂട്ടീസ് ആസ് എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ, he is appointed as he got the position of finance secretary also. അപ്പം രണ്ടും കൂടെ ഒരുമിച്ചാണ്. വൈറ്റ് ലേബൽ എടിഎംസ് എന്ന് പറഞ്ഞാൽ NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് റൺ ചെയ്യുന്ന ATMs ആണ്. ഇപ്പൊ മുത്തൂറ്റിന് ATM ഉണ്ട്, മുത്തൂറ്റ് ഫിനാൻസ് റൺ ചെയ്യുന്ന ATM വൈറ്റ് ലേബൽ ATM എന്ന് പറയാം. ബിക്കോസ് ദേ ആർ നോട്ട് ബാങ്ക്സ്, ദേ ആർ NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. അവർ റൺ ചെയ്യുന്ന ATMസിനാണ് വൈറ്റ് ലേബൽ ATMs എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യൻ ഫിസ്ക്കൽ ഫെഡറലിസം ഒരു ബുക്കാണ്. അത് എഴുതിയത് ഫോർമർ RBI ഗവർണറായ YV റെഡ്ഡിയും GR റെഡ്ഡിയും ചേർന്നാണ്. YV റെഡ്ഡി ആൻഡ് GR റെഡ്ഡി ഇവർ രണ്ടുകൂടെ ചേർന്ന് എഴുതിയ ബുക്കാണ് ഇന്ത്യൻ ഫിസ്ക്കൽ ഫെഡറലിസം. വാങ് ഇ വാങ് ഇ എന്ന് പറയുന്നത് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ ആണ്. ചൈനയുടെ പാർലമെന്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ്. ചൈനയുടെ പാർലമെന്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. അജയ് ബിസാരിയ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണർ ടു പാകിസ്ഥാൻ, ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ടു പാകിസ്ഥാൻ അജയ് ബിസാരിയ. KK വേണുഗോപാൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് KK വേണുഗോപാൽ. അതുപോലെ BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്നുള്ള ചൈനയുടെ കണക്ടിവിറ്റി പ്രോജക്റ്റ് ആണ് BRI അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. അത് അപ്രൂവ് ചെയ്ത ആദ്യത്തെ G7 കൺട്രി ആയി ഇറ്റലി മാറി. ഇറ്റലി G7 മെമ്പറാണ്. G7 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ്. വേൾഡിലെ ഏറ്റവും എക്കണോമിക്കലി പവർഫുൾ ആയിട്ടുള്ള 7 നേഷൻസ് ആണ് G7. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ. They all are economic powerhouses. These countries are known as G7 members. Group of 7 countries. G7 countries. In G7 countries, Italy became the first G7 country to approve China's BRI project, Belt and Road Initiative project. പിന്നീട് നമ്മളുടെ ആധാർ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസിയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ആധാർ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് UIDAI ആണ്, യൂണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. UIDAI. അത് കഴിയുമ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, മൊത്തത്തില് അസീം പ്രേംജി വിപ്രോയുടെ ചെയർമാൻ ഫിലാന്ത്രോപിക് ആക്ടിവിറ്റീസിന് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ് ഏകദേശം 1.45 lakhs crores വരും. 1,45,000 കോടി രൂപയാണ് അസീം പ്രേംജി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് മൊത്തത്തില് ഫിലാന്ത്രോപിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. ഇത് അദ്ദേഹം വേൾഡിലെ ടോപ്പ് 5 ഫിലാന്ത്രോപ്പിസ്റ്റിന്റെ കൂട്ടത്തിലേക്ക് അതുവഴി അദ്ദേഹം ഉയരുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലാന്ത്രോപ്പിസ്റ്റും ആകുകയാണ്. ബിൽഗേറ്റ്സും ജോർജ് സോറോസും വാറൻ ബുഫറ്റും ഒക്കെ നിൽക്കുന്ന ഒരു ലീഗിലേക്ക് അദ്ദേഹം പോവുകയാണ്. ബിൽഗേറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വേൾഡിലെ സെക്കൻഡ് റിച്ചസ്റ്റ് മാൻ, മൈക്രോസോഫ്റ്റിന്റെ ഫൗണ്ടർ. ജോർജ് സോറോസും വാറൻ ബുഫറ്റും ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പൊ അത് ഒരു വലിയ ന്യൂസ് ആയിട്ട് എല്ലാ പത്രങ്ങളിലും ഉണ്ട്, ഹിന്ദുവിലും എക്കണോമിക് ടൈംസിലും ഒക്കെ. പിന്നെ വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിൽക്കുന്ന സ്ഥലമാണ് വാൾ സ്ട്രീറ്റ്. വേൾഡിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിൽക്കുന്ന സ്ഥലമാണ് വാൾ സ്ട്രീറ്റ്. അത് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ദലാൽ സ്ട്രീറ്റ് ഇതുപോലെ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിൽക്കുന്ന സ്ഥലമാണ് ദലാൽ സ്ട്രീറ്റ്. റിക് RIC റഷ്യ, ഇന്ത്യ, ചൈന. റിക് എന്നറിയപ്പെടുന്ന റഷ്യ, ഇന്ത്യ, ചൈന എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ്. അതുപോലെ സുന്ദർ പിച്ചൈ ഗൂഗിളിന്റെ ഗൂഗിൾ CEO ആണ് സുന്ദർ പിച്ചൈ. ഗൂഗിളിന്റെ ഗ്ലോബൽ CEO ഇന്ത്യക്കാരനായ സുന്ദർ പിച്ചൈ ആണ്. അതുപോലെ നവീൻ പട്നായിക് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ. ഒഡീഷയിൽ ഇലക്ഷൻ നടക്കാൻ പോയാണ്. നവീൻ പട്നായിക് ആണ് അവിടുത്തെ ഇലക്ഷനിൽ 33% പിന്നീട് സീറ്റുകളും സ്ത്രീകൾക്ക് സംവരണം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് BJD എന്നാണ്, ബിജു ജനതാദൾ എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര്.
BJD അല്ലെങ്കിൽ ബിജു ജനതാദൾ. NAAF നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫണ്ടാണ് NAAF നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ആനന്ദ് മഹീന്ദ്ര ചെയർമാൻ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ചെയർമാനാണ് ആനന്ദ് മഹീന്ദ്ര. LICയുടെ ആക്ടിംഗ് ചെയർമാനാണ് ഹേമന്ത് ഭാർഗവ. LICയുടെ ആക്ടിംഗ് ചെയർമാൻ, LICയുടെ പെർമനന്റ് ചെയർമാൻ അല്ല, ആക്ടിംഗ് ചെയർമാനാണ് ഹേമന്ത് ഭാർഗവ. അതുപോലെ ബില്യണർ ആയിട്ടുള്ള പിന്നീട് കനേഡിയൻ ഇൻവെസ്റ്റർ ആണ് പ്രേം വാട്സ. പക്ഷെ അദ്ദേഹം ഇന്ത്യൻ ഒറിജിൻ ആണ്. പ്രേം വാട്സ WATSA. പക്ഷെ കാനഡ സിറ്റിസൺഷിപ്പ് ആണ് അദ്ദേഹത്തിന്. ഇപ്പം മൈക്രോസോഫ്റ്റിന്റെ ഇന്ത്യ ഡിവിഷന്റെ CEO ആണ് ആനന്ദ് മഹേശ്വരി. മൈക്രോസോഫ്റ്റ് ഇന്ത്യ ഡിവിഷന്റെ CEO ആണ് ആനന്ദ് മഹേശ്വരി. ഗിന്നി റോമറ്റി, GINNI, ഗിന്നി റോമറ്റി, ROMETTY. ഗിന്നി റോമറ്റി ആരാണെന്ന് വെച്ചാൽ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളൊരെണ്ണമായ IBMന്റെ CEO ആണ്. IBMന്റെ CEO ആണ് ഗിന്നി, GINNI, ഗിന്നി റോമറ്റി, ROMETTY, ഗിന്നി റോമറ്റി. വാൾ സ്ട്രീറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിൽക്കുന്ന സ്ഥലമാണ് വാൾ സ്ട്രീറ്റ്. OECD, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് OECD. OECDയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ആണ്. പാരീസ് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള OECD, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഈസ് എ ഫിനാൻഷ്യൽ തിങ്ക് ടാങ്ക്. എക്കണോമി അല്ലെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിങ്ക് ടാങ്ക് ആണ് OECD, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, പാരീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇത്രയായപ്പോഴത്തെ ഇതിലുള്ള പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വീക്കിലി റിവ്യൂ നാളെ നടന്നതായിരിക്കും. താങ്ക് യു.